വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലോകവ്യാപകമായിട്ട് വിൻഡോസ് കമ്പ്യൂട്ടറിൽ വന്നിട്ടുള്ള തകരാറുകൾ ലോകത്ത് ആകമാനമുള്ള ഇന്ത്യ അടക്കമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളെയും എയർലൈൻസുകളെയും ഹോസ്പിറ്റലുകളെയും പത്രമാധ്യമങ്ങളെയും നിശ്ചലമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ക്രൗഡ് സ്ട്രൈക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണെന്നാണ്. ലോകവ്യാപകമായിട്ട് കമ്പ്യൂട്ടറുകളിൽ തകരാറുണ്ടാകാനുള്ള പ്രധാന കാരണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും ഇതിന് മറ്റൊരു കാരണം കൂടി ചില ആളുകൾ പറയുന്നുണ്ട്. അത് സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്ന സംശയമാണ് പല ആളുകളുടെയും ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിന് വേണ്ടി അമേരിക്കയും സഖ്യരാജ്യങ്ങളും നിലപാടെടുക്കുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആയുധങ്ങളുമെല്ലാം അവർക്ക് നൽകുന്നതും എല്ലാം നമ്മൾ വിദേശ മാധ്യമങ്ങളിൽ നിന്നെല്ലാം വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇതിനെതിരെയാണ് നിരവധി സൈബർ വെല്ലുവിളികളാണ് ഈ അമേരിക്കയുടെയും ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇത്തരം നിലപാടിനെതിരെ നിരവധി സൈബർ വെല്ലുവിളികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ചെങ്കടലിലുള്ള നെറ്റ്വർക്ക് കേബിൾ ശൃംഖല തകർക്കുമെന്ന് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ്റെ പിന്നിലുള്ള മലീഷ്യകളായിട്ടുള്ള ഹൂത്തികൾ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. കൂടാതെ അമേരിക്കയിലും ഇസ്രായേലിലുമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ സൈബർ ആക്രമണം നടത്തുമെന്ന് ഇറാൻ്റെ പിന്തുണയുള്ള ഇത്തരത്തിലുള്ള ഹാക്കർമാരുടെ വെല്ലുവിളിയും അമേരിക്കയെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയും അലോരസപ്പെടുത്തുന്നുമുണ്ട്. 2 ദിവസം കൊണ്ട് ഫലസ്തീനെ മുഴുവനായും കീഴടക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വന്ന ലോകത്തെ വൻ ശക്തിയായിട്ടുള്ള ഇസ്രായേലിൻ്റെയും അവർക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി അവരെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികളും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളും അവരെല്ലാമാണ് ഈ ഫലസ്തീനെതിരായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ചരട് വലിക്കുന്നത്. ഇതിനെതിരായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യാനാവട്ടെ യമനിലെയും അതുപോലെ തന്നെ ഇറാനിലെയും ലെബനാനിലെയും ചെറിയ മലീഷ്യ ഗ്രൂപ്പുകളാണ് ഫലസ്തീനിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് ഈ വൻ ശക്തികളോട് ഈ ചെറിയ മലീഷ്യ ഗ്രൂപ്പുകൾ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്നത് വലിയ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ സൈനിക രംഗത്തും വൻ ശക്തികളായി അറിയപ്പെടുന്ന ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വളരെ വലിയ നാണക്കേടാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചില പിടിവാശികൾ മൂലമായിട്ടാണ് അമേരിക്കയും ലണ്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പരിശ്രമിച്ചിട്ടും യുദ്ധം നിർത്താതെ ഈ നെതന്യാഹുവിൻ്റെ പിടിവാശി മൂലം മാത്രമാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് മനസ്സിലാക്കിയ ഒരു വിഭാഗം ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നെതന്യാഹുവിനെതിരെ ചെറുതും വലുതുമായ സംഘങ്ങളായിട്ട് പ്രതിഷേധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം വിദേശ പത്രമാധ്യമങ്ങളിലെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതികളുടെ ഉത്തരവുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ യുദ്ധക്കുറ്റം, അതായത് സാധാരണക്കാരായിട്ടുള്ള സിവിലിയന്മാരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള യുദ്ധമര്യാദകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയുമുള്ള ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഫലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും വംശീയ ഉന്മൂലനം എന്നാണ് മാധ്യമങ്ങളുടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൂതികളും ഹിസ്ബുള്ളയും പോലുള്ള മലീഷ്യകളിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നിരന്തരം തുടരുന്നത് അവർ അടിയന്തരമായിട്ട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നാണ് അവരിൽ നിന്ന് അവരുടെ വാർത്താമാധ്യമങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ആക്രമണങ്ങളെ അത് ഏത് ഭാഗത്തു നിന്നായാലും തള്ളിപ്പറയാതെ ഇതിനെ പക്ഷം ചേർന്ന് ന്യായീകരിക്കുകയും അവർക്ക് ആയുധങ്ങളും മറ്റ് സാമ്പത്തിക സഹായങ്ങളും നൽകി അവരെ പിന്നിൽ നിന്ന് സഹായിക്കുകയും മുന്നിൽ വന്ന് അനുരഞ്ജനത്തിൻ്റെ പാത പറയുന്നതും ഇരട്ടത്താപ്പാണ്, അത് ക്രൂരതയാണ്. ഇരു ഭാഗത്തുമുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ നിരപരാധികളായിട്ടുള്ള ആളുകളുമാണ് ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നത് എന്നത് വളരെ അപലപനീയമാണ്. നിരപരാധികളായിട്ടുള്ള ഫലസ്തീനിലെ സ്ത്രീകളും കുട്ടികളും ഒരു വശത്ത് പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ പുറത്തിറങ്ങാനാവാതെ ഇരുട്ടിൽ ടെൻറ്റുകളിലും അതുപോലെ തന്നെ ഭൂഗർഭ അറകളിലും
ഒളിച്ചു കഴിയുന്ന, സമാധാനം ഇല്ലാതെ ഭ്രാന്തമായ അവസ്ഥയിൽ ഒളിച്ചു കഴിയുന്ന ലക്ഷക്കണക്കായ ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ യുദ്ധക്കൊതിയന്മാരുടെ കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂര പ്രവൃത്തിയുടെ കാരണം നരകയാതനയാണ് ഒരു വർഷത്തോളമായിട്ട് അനുഭവിക്കുന്നത്. ഇവരിലൊന്നും പെടാത്ത കോടിക്കണക്കിനായിട്ടുള്ള ജനങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായി പോയിട്ടുള്ള ഈ സ്ട്രൈക്ക് പോലത്തെ കാര്യങ്ങൾ, ഇൻ്റർനെറ്റ് സ്ട്രൈക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഇതിൽ നേരിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഉൾപ്പെടാത്ത സാധാരണക്കാരായിട്ടുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകളാണ് ഇത്തരം സൈബർ ആക്രമണം മൂലം ബുദ്ധിമുട്ടുന്നത്. ആശുപത്രികളിലും എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം നിരവധി ആളുകളാണ് കുടുങ്ങിയിട്ടുള്ളത്. അതുപോലെ ഇവർക്ക് സമ്പത്തും ആയുധങ്ങളും നൽകിയിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്ന പാശ്ചാത്യ ശക്തികളും എല്ലാം കണ്ട് കാഴ്ചക്കാരായിട്ട് നിശബ്ദരായിട്ട് കാഴ്ച കണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങി ഈ യുദ്ധം അടിയന്തരമായിട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഇതൊരു വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുക എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുദ്ധകാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ ഉണ്ടായ തകരാറിന് കാരണമായിട്ട് കമ്പനി പറയുന്നത് അമേരിക്ക ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സൈബർ സുരക്ഷാ സ്ഥാപനമാണ് ക്രൗഡ് സ്ട്രൈക്ക്. വാണിജ്യ സ്ഥാപനങ്ങളിലെ കമ്പ്യൂട്ടറുകളിൽ സുരക്ഷാ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഫാൽക്കൺ സെൻസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകളിലാണ് ഇത്തരത്തിലുള്ള തകരാറുകൾ ഇന്നലെ കണ്ടെത്താനായത്. തകരാറിലായിട്ടുള്ള കമ്പ്യൂട്ടറുകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എറർ എന്ന മുന്നറിയിപ്പാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എറർ കാണിക്കുകയും അത് കുറച്ച് കഴിയുമ്പോൾ ആ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആയി പോകുന്നതുമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അത് ബ്ലാക്ക് സ്ക്രീൻ എറർ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡ് ഓഫ് എറർ എന്നെല്ലാം ഇത് അറിയപ്പെടുമെന്നാണ് മാധ്യമങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഫാൽക്കൺ സെൻസറിൻ്റേതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കമ്പനി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഈ 2 ദിവസമായിട്ട് ഇത് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളെയും എയർപോർട്ടുകളെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളെയും ബാധിച്ചുവെന്നത് ഒരു പരമാർത്ഥമാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് ആണോ എന്നതിനെപ്പറ്റി ഇതുവരെ സ്ഥിരീകരണമൊന്നും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അട്ടിമറിയുടെ സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് ഈ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും കാനഡയിലും സൂപ്പർ മാർക്കറ്റുകളുടെയും അതുപോലെ തന്നെ എയർപോർട്ടുകളുടെയും ഹോസ്പിറ്റലുകളുടെയും ബാങ്കുകളുടെയും അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയുടെയും എല്ലാം പ്രവർത്തനങ്ങൾ താറുമാറായി. എയർപോർട്ടിലെയും ആശുപത്രിയിലെയും പ്രവർത്തനങ്ങളെയാണത് സാരമായിട്ട് ബാധിച്ചത്. ഇന്ത്യൻ വിമാന കമ്പനിയായിട്ടുള്ള ആകാശ, ഇൻഡിഗോ അതുപോലെ തന്നെ സ്പേസ് ജെറ്റ് എന്നീ വിമാന കമ്പനികളുടെ ചെക്കിൻ നടപടികളെയും ബുക്കിങ്ങിനെയും ഇത് തകരാറിലാക്കി. ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ നമുക്ക് നേരിടാൻ കഴിയാതെ വരുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറുകൾ ആശ്രയിക്കാതെ മാനുവൽ രീതി കൂടി നടപ്പാക്കുന്നതാണ് ഉചിതമെന്നാണ് അവരുടെ അഭിപ്രായം. വരും നാളുകളിൽ ഇത്തരത്തിൽ മാനുവൽ രീതി കൂടി നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ ഇത്തരത്തിൽ പണിമുടക്ക് ലോകവ്യാപകമായിട്ട് ജനജീവിതം സ്തംഭിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് ഷെയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നതുവരെയും